രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്നോട് പലരും പറയാറുണ്ട്, സാറേ അവൻ എന്നെ അപമാനിച്ചു, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്നെ അപമാനിച്ചാൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണോ? ഓർമ്മിക്കുക, നിങ്ങളെ അപമാനിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ. നിങ്ങളെ അപമാനിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാൻ വ്യക്തമാക്കി തരാം. ഒരാൾ എന്നെ അപമാനിക്കാൻ വേണ്ടി വരികയാണ്. അയാൾ പറയുകയാണ്, സാറേ സാറൊരു ആഭാസനാണ്. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കറക്റ്റ്. എന്നാലും എൻ്റെ സുഹൃത്തെ നിങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് അയാളുടെ മുഖം വിളറും. അയാൾ അപമാനിക്കപ്പെടുന്നത് പോലെ തോന്നും. ഉടനെ അയാൾ പറയും, സാറേ നിങ്ങൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറയും, 100% ശരി, 100%. കൊച്ചു കള്ള, നിങ്ങളൊരു മിടുക്കരാണല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ അയാൾക്ക് വീണ്ടും അയാൾ അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നും. അപ്പൊ ഞാൻ പറയും, ആട്ടെ എത്ര സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? അപ്പൊ അയാൾ പറയാണ്, സാറിന് 3 സ്ത്രീകളുമായി ബന്ധമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ, അവിടെ തെറ്റി സുഹൃത്തെ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു പോയി. കാരണം നിങ്ങൾ കാര്യങ്ങൾ നന്നായി പഠിച്ചു പറയുന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ പറയുന്നു എനിക്ക് 3 സ്ത്രീകളുമായി ബന്ധമെന്ന്. അല്ല സുഹൃത്തെ, എനിക്ക് 12 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തതാണ്, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം. എനിക്കൊരു 12 സ്ത്രീകളുമായി ബന്ധമുണ്ട്. ഇവിടെ പരിപൂർണമായിട്ടും അയാൾക്ക് താൻ അപമാനിക്കപ്പെട്ടതുമായി തോന്നും. ആ ദേഷ്യത്തിൽ ഉടനെ അയാൾ പറയും, നോക്കൂ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അപ്പൊ ഞാൻ പറയും, അല്ല സുഹൃത്തെ, എനിക്ക് അത്രയും ഉണ്ട്, അതാണ് അതിൻ്റെ ശരി. അപ്പൊ ഇവിടെ ശരിക്കും ആരാണ് അപമാനിക്കപ്പെടുന്നത്? ഞാനാണോ അപമാനിക്കപ്പെടുന്നത്, അതോ ആ മനുഷ്യനാണോ ഇപ്പൊ അപമാനിക്കപ്പെട്ടത്? അയാളാണ്. അപ്പോൾ ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുന്നു എങ്കിൽ നിങ്ങൾ അത് 2 കൈയും നീട്ടി സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾ അപമാനിക്കപ്പെടൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കപ്പെടത്തില്ല. ഒരാൾ വന്ന് എനിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ കയറി, അയ്യോ ആരാ അങ്ങനെ പറഞ്ഞത്, ആരാ അങ്ങനെ പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഒന്ന് പറഞ്ഞേ ആരാണെന്ന്. അതോടുകൂടി നിങ്ങൾ ആ അപമാനം സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ നിങ്ങളെ അങ്ങ് അപമാനിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓർമ്മ വയ്ക്കുക, നിങ്ങളെ അപമാനിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കേ കഴിയൂ, നിങ്ങൾക്ക് മാത്രം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.